അപ്പോൾ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. നമ്മളെ ചെനക്കത്തൂർ പൂരാണ് നാളെ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉണ്ണി വാവയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറമ്പാറ എത്തി കേട്ടോ. ഇത് നമ്മുടെ കയറമ്പാറയിൽ പൂരത്തിനോടനുബന്ധിച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നാസിക് ഡോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അവരവിടെ കൊട്ടി കഴിഞ്ഞിട്ട് നടന്നിട്ട് ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് വീണ്ടും അവിടെ എത്തിയിട്ടില്ല കേട്ടോ. കാരണം നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ പകുതി വെച്ചിട്ട് ഇറങ്ങേണ്ടി വന്നു. കാരണം ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ പോയത് ലോലിപോപ്പിലാണ്. അതിനിടയിൽ നമ്മൾ അവിടെ ഒരു ആനക്കൂട്ടനെ കണ്ടില്ലേ, അവൻ പൂരത്തിന് വേണ്ടി പോവാണ് കേട്ടോ. കാരണം എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ്. എങ്കിലും ഞാൻ വിട്ട് നിന്നിട്ടാണെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തതാണ്. അങ്ങനെ നമ്മൾ ലോലിപോപ്പിലെത്തി ഓരോരോ ഡ്രസ്സുകൾ നമ്മൾ നോക്കുകയാണ് കേട്ടോ. ആ കുട്ടിക്ക് ഇത് ജസ്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് സൈസ് വലുതാണ് വെച്ചിട്ട് എടുത്തില്ല. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ ഇത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കിട്ടാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാവക്കുട്ടിയുടെ ഒരു വൈറ്റ് ഡ്രസ്സ് ഉണ്ട് ബർത്ത്ഡേക്ക് എടുത്തത്. അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എവിടെ നിന്നാണ്. അതിൻ്റെ ഇടയിൽ വാവക്കുട്ടി എനിക്കൊരു ഉമ്മയൊക്കെ തന്നു കേട്ടോ. പിന്നെ ഉമ്മ മുഖ്യം പികിലേന്നാണല്ലോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു, ബില്ലിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് നല്ല കളക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ എന്നെ കുറച്ച് ലേറ്റായി. കാരണം നമ്മൾ വൈകിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പം 8:30 ആയി. കാരണം എനിക്ക് വയ്യാത്തൊക്കെ കൊണ്ട് നമ്മൾ ഇതുവരെ പർച്ചേസ് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. നമ്മൾക്ക് വയ്യച്ച പിന്നെ അവർക്കും ഷോക്കാണല്ലോ. പിന്നെ അവരും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഇപ്രാവശ്യം പൂരത്തിന്. വാവക്കുട്ടി ഇവിടെ വന്നാൽ എന്നെ വെറുതെ വിടുന്നില്ല, ഓരോന്നും പറഞ്ഞ് എന്നോട് വഴക്കിന് വരികയാണ് കേട്ടോ. പിന്നെ ഉണ്ണി ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എന്തോ അവിടെ നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ ഡ്രസ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടില്ല, ഒരു ടോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ടോപ്പ് എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാം ബില്ലൊക്കെ ആക്കി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിന്നു പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ ഓട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് വാവുകുട്ടി പറയുന്നത് നമ്മൾക്ക് അമ്പലം വരെ പോയാലോ എന്ന്. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ വന്ന് അമ്പലത്തേക്ക് വരാൻ പറ്റും. ഇപ്പം തന്നെ 9-9:30 ആയിട്ടുണ്ട്. പിന്നെ അവളുടെ ഗ്യാങ് സംഭവങ്ങൾ ഫുള്ള് അമ്പലത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വിളിയോട് വിളിയാണ്. അപ്പോഴേക്കും ഉണ്ണിക്ക് ഉൾവിളി കേട്ടു വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അവൾ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. കള്ളി വെറുതെ ഡ്രാമയാണ്. കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി തൊട്ടതല്ലേ കൈ കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയാ കേട്ടോ. അപ്പോഴാണ് അവൾ പറയുന്നത്, അവിടെ ഇരുന്ന് പറയുകയാണ്, അവളുടെ LSNൽ പഠിപ്പിച്ച ടീച്ചറിൻ്റെ കുട്ടി അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടീനെ ടീച്ചറുടെ കുട്ടിയാണെന്ന് അറിയാതെ അവിടെ ഇരുന്ന് കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഉണ്ണി പറഞ്ഞത് അത് ടീച്ചറുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ അവർ പോയിട്ട് സംസാരിച്ചു. ഉണ്ണീനെ 8th, 9th, 10th പഠിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അവർ നൂഡിൽസും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് സാധനങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്തത്. ഞാൻ വെറും ഒരു പൊറോട്ട മാത്രമേ കേട്ടോ കഴിച്ചത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നൂഡിൽസാണ് വാക്കുട്ടി കഴിച്ചത്, ചിക്കൻ കറി. ഇതൊക്കെ ഓർഡർ ചെയ്താലും ഇത് ഫുള്ള് കഴിച്ചൊന്നുമില്ല കേട്ടോ. ഇത് പാർസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് ബാക്കി കൊണ്ടുവരുന്നു. കാരണം അവർക്ക് എപ്പോഴും ഉണ്ടൊരു കാര്യം, നിറയെ അങ്ങോട്ട് കാണണം, പക്ഷെ കഴിക്കില്ല. പിന്നെ അവർ നമ്മൾ പറയേണ്ടത് തന്നെ പാർസലൊക്കെ ചെയ്തു തന്നു. വാക്കുട്ടി കഴിച്ചപ്പോൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയണം വാ എന്ന് പറയുമ്പോൾ ഇല്ല ഞോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് 2 മിനിറ്റ് ഇരിക്കാച്ചിട്ട് ഇരിക്കുമ്പോഴത്തേനും നമ്മൾ വാക്കുട്ടി വണ്ടി വിളിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അപ്പുറത്തൊരു വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ഓട്ടോ. അപ്പോൾ അത് വേറെ ഏതൊരു ട്രിപ്പിന് വന്നതാണ്. പക്ഷെ അവർ വിളിച്ച ഉടനെ നമ്മൾക്ക് വീട്ടിലേക്ക് കൊണ്ടാക്കി തരാച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതൊക്കെയാണ് എടുത്ത ഡ്രസ്സുകൾ. ഇതെന്തായാലും ഇടുമ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ എന്തായാലും